ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ട ഗുണങ്ങൾ, അതായത് ഒരു GD സ്റ്റാഫിന് വേണ്ട ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് എമ്പതി. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാനുഭൂതി. അതായത് മറ്റുള്ളവരെ കുറിച്ച് നമുക്കൊരു കെയർ ഉണ്ടായിരിക്കണം. ഇപ്പൊ ചില ആൾക്കാർ ഭയങ്കര കെയറിങ് ആണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് വർക്ക് ചെയ്ത് അപ്പൊ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി, ഇപ്പൊ ചില പ്രശ്നങ്ങൾ അവർക്ക് കാണും, അവരെ ഒന്ന് നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എമ്പതിക്കകത്ത് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന അവരുടെ ഫീലിങ്സ്, അവരുടെ സിറ്റുവേഷന് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കുക. അതൊക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യമാണ്. അപ്പം അതിന് മെയിൻ ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നന്നായിട്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ കുറച്ച് നന്നായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ അത് നമ്മളോട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ അതാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ട ഒരു ഗുണമാണ് എമ്പതി. നെക്സ്റ്റ് വരുന്ന ഹോണസ്റ്റി. ഹോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത. അപ്പോൾ സത്യസന്ധത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഒരു ട്രൂത്ത്ഫുൾനെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മളത് ഫോളോ ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതിനാണ് ഹോണസ്റ്റി എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിപ്പെൻഡബിലിറ്റി. ഡിപ്പെൻഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. വിശ്വാസ്യത എന്ന് നമ്മളത് പറയും. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ കാണും. അത് ശരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പഞ്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡ്യൂട്ടിക്ക് ഒരു സമയം കാണുമല്ലോ. 7 മണിക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ 7 മണിക്ക് കറക്റ്റായിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് കയറുക. നമുക്ക് തന്നിരിക്കുന്ന ജോലി അതെന്താണെന്ന് നോക്കിയിട്ട് കാര്യക്ഷമതയോടു കൂടി നമ്മൾ ചെയ്യുക. അപ്പോൾ അതാണ് ഡിപ്പെൻഡബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വില്ലിങ്നെസ് ടു ലേൺ. വില്ലിങ്നെസ് ടു ലേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ പുതിയതാണ് നമുക്ക്. അപ്പോൾ അത് നമുക്ക് ആദ്യമൊക്കെ അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് പ്രയാസം കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്കിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് അത് പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം പുതിയ ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ മേഖലയിലേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. അപ്പം അത് പറഞ്ഞു തരുമ്പം ഇപ്പം ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ സീനിയേഴ്സ് കാണാം. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം അത് പറഞ്ഞു തരുമ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പം അങ്ങനെയല്ല, നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കി നമ്മളത് പഠിക്കാനുള്ള ഒരു ക്ഷമ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് വില്ലിങ്നെസ് ടു ലേൺ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ. നമ്മളെപ്പോഴും നല്ല ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. കാരണം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് വർക്ക് ലോഡും ഫ്രസ്ട്രേഷനും പേഷ്യൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരും. അപ്പം അതെല്ലാം നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വർക്ക് ലോഡിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം അത് ചില ആൾക്കാർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. പേഷ്യൻ്റ് ആടെ നമ്മുടെ സീനിയർ സ്റ്റാഫ് ആകട്ടെ, അങ്ങനെയുള്ള അതൊക്കെ നമ്മുടെ ഒരു നല്ലതിനാണെന്ന് നമ്മൾ കരുതി അങ്ങനെ വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് എന്തൂസിയാസം. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ പറയത്തില്ലേ, നല്ല ജിജ്ഞാസയോട് കൂടി നല്ല വർക്ക് എൻജോയ് ചെയ്താണ് അവൻ ചെയ്യുന്നതെന്നൊക്കെ പറയത്തില്ലേ. അപ്പം അതാണ് എന്തൂസിയാസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല രീതിയിൽ നല്ല ടീം സ്പിരിറ്റോട് കൂടി അല്ലെ നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രമിക്കുക. സെൽഫ് മോട്ടിവേഷൻ, അതായത് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച്, ഇപ്പം ചില കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കാണും, ചില കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്യുക. ഇപ്പം നമുക്ക് ലാബിൽ സാമ്പിൾ കൊണ്ട് കൊടുക്കാനുണ്ട്, ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ലാബിൽ സാമ്പിൾ കൊണ്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിൽ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതും അവരുടെ ഫീലിങ്സിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ നമ്മൾ നിർത്തി നമ്മൾ നമ്മളെ തന്നെ നോക്കി നന്നായിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് കോമ്പിറ്റൻസ്. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവിനെയാണ്. കാപ്പബിലിറ്റി ടു പെർഫോം ടാസ്ക് എഫിഷ്യൻ്റ്ലി. നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് കാര്യക്ഷമതയോടുകൂടി നല്ല രീതിയിൽ അത് പൂർത്തിയാക്കുക. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ സീനിയേഴ്സ് ഒക്കെ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. ഓരോ പ്രൊസീജിയറിനും ഓരോ രീതിയിൽ ചെയ്യേണ്ടതൊക്കെ കാണും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണും ഓരോ പ്രൊസീജിയർ. അപ്പോൾ അതിന് കുറച്ച് റിട്ടൺ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് അങ്ങനെ വേണം നമ്മൾ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി. അത് പ്രൊസീജിയർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിഷൻ. ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ വിവേചനാധികാരമാണ്. അതായത് ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരുവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. അവരുടെ
ഓതറൈസേഷൻ ഇല്ലാതെ. അപ്പോൾ പേഷ്യന്റിന് കോൺഫിഡൻസ്, അതായത് അവരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് അവർക്കത് മസ്റ്റ് ആണ്. മറ്റുള്ളവരുമായിട്ട് അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളോ അവർക്ക് എന്ത് അസുഖമാണെന്നോ അങ്ങനെയൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പേഷ്യന്റിന്റെ റൈറ്റ് നമ്മൾ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പേഷ്യന്റ് റൈറ്റ്സ് നമ്മൾ കാണും. അപ്പോൾ പേഷ്യന്റ് റൈറ്റ്സിനെ, പേഷ്യന്റ് അവകാശത്തിനെ നമ്മൾ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വരുന്ന ടീം പ്ലെയർ. ടീം പ്ലെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടീം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഡോക്ടർമാര്, നഴ്സുമാര്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഫാർമസി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ചാണ്, ഒരുപാട് ആൾക്കാർ നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് പഠിച്ചിരിക്കണം. പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. ഒരുമിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്താലേ നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ഉള്ള കെയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ടീം പ്ലെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന പേഴ്സണൽ അപ്പിയറൻസ് ആണ്. പേഴ്സണൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മുടെ യൂണിഫോം നീറ്റ് ആയിരിക്കണം. യൂണിഫോം നീറ്റ് ആണെന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയുള്ള യൂണിഫോം ഇടണം അങ്ങനെയൊന്നുമല്ല. നമ്മൾ നല്ല അയൺ ചെയ്ത്, നമുക്ക് ഐഡന്റിറ്റി കാർഡ് തന്നിട്ടുണ്ടാവും, അതെല്ലാം ഇട്ട് അങ്ങനെ വേണം, നീറ്റ് ആയിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി. നെക്സ്റ്റ് വരുന്ന കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സഹാനുഭൂതി ഉണ്ടല്ലോ മറ്റുള്ളവരെ കുറിച്ച്. അപ്പം ഇപ്പൊ അവർക്ക് പേഷ്യന്റിന് അസുഖമാണ്, അപ്പൊ അതിനെക്കുറിച്ച് അവർ സഫർ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു കൺസേൺ ഉണ്ടായിരിക്കണം. അവരുടെ ഒരു കൈൻഡ്നെസ്, കെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി പേഷ്യന്റിനോട് നന്നായിട്ട് സംസാരിക്കണം. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് അവർക്ക് തന്നെ കുളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അവരെ പോയി കുളിപ്പിക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അവരുടെ ടോയ്ലറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പം നമ്മൾ അവരോട് സംസാരിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ ആട്രിബ്യൂട്ട്സിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഹെഡിങ്സ് മാത്രം ഒന്ന് കൊടുത്താൽ മതി. എമ്പതി, ഹോണസ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഓൾ.